അല്ലാഹുവും അവന്റെ തിരുദൂതരും പരിശുദ്ധ ഇസ്ലാം എന്താണോ പഠിപ്പിച്ചത് അതങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തലാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശൈലി. സുബ്ഹാനല്ലാഹ്. അത് തെരഞ്ഞെടുപ്പിന്റെ പേരിലായാലും ആഘോഷത്തിന്റെ പേരിലായാലും മുസ്ലിം സ്ത്രീകൾ തട്ടമിട്ടും തട്ടമിടാതെയും എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഏത് തെരഞ്ഞെടുപ്പിന്റെ പേരിലായാലും അല്ലാഹു അനുവദിച്ചിട്ടില്ല. നബിതങ്ങളോട് ഇഷ്ടമുണ്ടോ, സിദ്ദീഖ് തങ്ങളോട് ഇഷ്ടമുണ്ടോ, അല്ലാഹുവിനെ വിശ്വാസമുണ്ടോ, ഒരു മുഅ്മിനായ സ്ത്രീകൾക്കും ഏത് ആഘോഷത്തിന്റെ പേരിലായാലും ഹറാം അനുവദിക്കൂല. ഒരു പുരുഷനും ഹറാം അനുവദിക്കൂല. അത്തരം ആഘോഷങ്ങളിൽ നിന്ന് നമ്മൾ സഹോദരിമാരെ വിട്ടുനിൽക്കണം. നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തണം. നമ്മളെ പേരമക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോഴുള്ള വീഡിയോകളൊന്ന് കണ്ട് അത്ഭുതപ്പെടുകയാണ് അല്ലേ? എത്ര ഉമ്മമാര്, മക്കൾക്ക് നന്മ പകരേണ്ട ഉമ്മമാര്, ആ ഉമ്മമാര് ഇറങ്ങി തുള്ളിക്കളിക്കാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ. ഖബറിലേക്ക് പോകുമ്പോ രാഷ്ട്രീയക്കാരുണ്ടാകൂല. ഖബറിൽ കിടക്കുമ്പോ രാഷ്ട്രീയക്കാര് വരൂല. കൂരിരുട്ടിൽ കിടക്കുമ്പോ ഫർദം വഹീദാ, കൂരിരുട്ടിൽ ഒന്ന് എഴുന്നേൽക്കാൻ സൗകര്യമില്ല. ഊരവേദനയുണ്ടെങ്കിൽ ഒന്ന് നിവർന്നിരിക്കാൻ സൗകര്യമില്ല. പേടി വന്നാൽ വിളിക്കാൻ കഴിയൂല, വിളിച്ചാൽ ആരും വരൂല. അങ്ങനെയുള്ള ആ ഖബർ കേട്ട് കരഞ്ഞവരല്ലേ മുൻഗാമികൾ മുഴുവനും. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. മെടക്ക് പകരം മാളമാ സുബ്ഹാനാ. ബാക്കിങ്ങൾ പാടി എല്ലാം വരും. ഞാൻ പാടുന്നത് ശരിയല്ലല്ലോ, എനിക്ക് ഓർമ്മയിട്ടില്ല. അതുകൊണ്ടാണ് റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന. അല്ലാഹു സുബ്ഹാനഹു ദർസിൽ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അപ്പൊ നോക്ക് നിങ്ങള്, മുൻഗാമികൾ മുഴുവനും ഖബർ കണ്ട് കരഞ്ഞവരാണ്. ആനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖബർ കാണുമ്പോ കരഞ്ഞ് താടിയിലൂടെ wuളു എടുത്ത് വെള്ളം ഒലിക്കുന്നത് പോലെ കണ്ണുനീരൊലിച്ചിരുന്നു എന്ന് കണ്ടിട്ടില്ലേ? നിങ്ങൾ നരകത്തെക്കുറിച്ച് മുത്തുനബി പറയുമ്പോൾ ഇത്ര കരഞ്ഞത് കണ്ടിട്ടില്ല. നരകക്കുണ്ടിനെ വിശദീകരിച്ചപ്പോൾ ഇത്ര കരഞ്ഞത് കണ്ടിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഖബർ കാണുമ്പോൾ ഇത്ര കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, അതിന് കാരണം മുത്തുനബി പറഞ്ഞ വാക്കാണ്, ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മരണശേഷമുള്ള ഒന്നാമത്തെ വീട് ഖബറാണ്. ഫമൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു. ആ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ ബാക്കിയുള്ള വീടുകളെല്ലാം വളരെ സന്തോഷമാണ്. ഫമൻ ലം യൻജു ഫമാ ബഅദഹു അശദ്ദു. രക്ഷ കിട്ടിയില്ലെങ്കിൽ പിന്നെയുള്ളതെല്ലാം പ്രയാസമാണ്. ഈ ഉസ്മാന്റെ ഖബർ രക്ഷപ്പെടുമോ എന്ന് ചിന്തിച്ച് കരഞ്ഞതാണ്. ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാനും ഫിൽ ജന്ന. ഉസ്മാൻ സ്വർഗ്ഗത്തിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗം കൊണ്ട് സന്തോഷം അറിയിച്ച നേതാവാണ്. ആ സ്വർഗ്ഗം കൊണ്ട് സന്തോഷം കിട്ടിയ മഹാന്മാര് പോലും ഖബർ കണ്ട് കരഞ്ഞവരാണ്. ആ ഖബറിലേക്ക് രാഷ്ട്രീയക്കാര് വരൂല. ആ ഖബറിലേക്ക് ഒരു വോട്ടർമാരും വരൂല, ഒരു പാർട്ടിയും വരൂല. ആ ഖബറിൽ ഈമാനോടുകൂടെ ജീവിച്ച ഉമ്മയാണോ, ഈമാനോടുകൂടെ ജീവിച്ച പെങ്ങളാണോ, ഈമാനോടുകൂടെ ജീവിച്ച ബാപ്പയാണോ, അവർക്ക് നാളെ ഖബറിൽ വെളിച്ചമുണ്ട്, ഖബറിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഉദ്ദമിൻ അസ്ഹാബിൽ ഖുബൂർ അതല്ലേ പഠിപ്പിച്ചത്. നാളെ ഞാനും ഖബറാളിയാണെന്ന ചിന്ത നമുക്ക് വേണം. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ധാരാളം സുഹൃതങ്ങൾ ചെയ്യാൻ അല്ലാഹു ഈ മജ്‌ലിസിന്റെ കാരണമായി അല്ലാഹു തൗഫീഖ് തരട്ടെ.